എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി ഇന്നും ചെറിയതായിട്ട് രീതിയിൽ ഹൈ ഓപ്പണിംഗ് വന്നു. പ്രീവിയസ് ഡേ CPR-ൻ്റെ സെൻട്രൽ CPR സപ്പോർട്ട് എടുത്തു. പിന്നെ വൺ സൈഡ് മുകളിലോട്ട് കയറി ഒരു നല്ലൊരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെയായിരുന്നു. ഹൈ ഓപ്പണിംഗ് വന്നു. നോക്കിയേ CPR-ൻ്റെ സെൻട്രൽ CPR സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി. ഇപ്പോഴത്തെ ഒരു ഹെവി മൂവ്മെൻ്റ് എനിക്ക് തോന്നുന്നത് ഈ ശനിയാഴ്ച നമുക്ക് മാർക്കറ്റുണ്ട്. ബഡ്ജറ്റിൻ്റെ ഡേ അന്ന് വരെ ഉണ്ട്. അത് കഴിഞ്ഞ് വലിയ ഈ അപ്പ് ട്രെൻഡിലോട്ടുള്ള മൂവ്മെൻറ്റ് ചിലപ്പോൾ കഴിയാം. അതല്ല എന്തെങ്കിലും നല്ല ന്യൂസ് പോസിറ്റീവായിട്ടുള്ള മാർക്കറ്റിന് നല്ല പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ ബഡ്ജറ്റിനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ മാർക്കറ്റ് മൂവ്മെൻറ്റ് അപ്പിലോട്ട് വരാം. അതല്ല എങ്കിൽ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ള ബഡ്ജറ്റ് അല്ലെങ്കിൽ നേരെ കുത്തനെ ഇടിഞ്ഞ് മാർക്കറ്റ് താഴോട്ട് വരും. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഇന്ത്യ വോളറ്റിലിറ്റി ഇൻഡെക്സ്. ഇത് 1864 1864 എന്ന് പറയുമ്പോൾ നല്ല ഹൈയിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു 13-14 റേഞ്ചിൽ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. 18 എന്നൊക്കെ പറയുമ്പോൾ ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും. മാർക്കറ്റ് മുകളിലോട്ടും താഴോട്ടും നല്ല രീതിയിൽ മൂവ്മെൻ്റ് നടക്കും. അപ്പം നമ്മൾ ഷെയർസിനകത്താണെങ്കിലും ഇൻഡെക്സിലാണെങ്കിലും നമ്മൾ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് പെട്ടെന്ന് ബുക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കും, വീണ്ടും തിരിച്ച് പഴയ പോലെ പോകും. അപ്പോൾ നമ്മളോർക്കും വീണ്ടും എടുക്കുക, എന്നാൽ വീണ്ടും തിരിച്ച് നമ്മളെടുക്കും, വീണ്ടും തിരിച്ച് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് വീണ്ടും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പോകും. അപ്പോൾ നമ്മൾ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും സേഫായിട്ടുള്ള, പെട്ടെന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. അതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇന്ന് അധികം മൂവ്മെൻറ്റ് കാണിച്ചിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ഓപ്പണിങ്ങിൽ അതും CPR സപ്പോർട്ട് എടുത്തിട്ട് ഹൈ തന്നെ നിൽക്കുമായിരുന്നു. പക്ഷെ അധികം മൂവ്മെൻ്റ് ഇല്ലായിരുന്നു. ഇന്നലത്തെ ഹൈ അടിച്ചിട്ടില്ല, ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് പോലെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഡേ ചാർട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഡേ ചാർട്ടിൽ ഇതൊരു റെസിസ്റ്റൻസിനടുത്തോട്ട് വരുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഈ ഒരു ലൈൻ ഞാൻ നേരത്തോട്ടെ പറയാം, ഈ ഒരു ഉള്ളിൽ കയറിയാലും ബൗൺസ് ചെയ്യാൻ സാധ്യത കൂടുതൽ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കണ്ടിന്യൂസ് ഈ ഒരു റേഞ്ചിൽ ഇവിടെ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് മാർക്കറ്റ് കയറുന്നത്. അതല്ല എങ്കിൽ മാർക്കറ്റ് ഈ റേഞ്ചിൽ നിന്ന് അടിച്ച് 22,500 റേഞ്ചിലോട്ട് വരാം. ബഡ്ജറ്റിൻ്റെ ആ ടൈമിൽ മാർക്കറ്റിൽ ബെനിഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, അതല്ല എങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ മാർക്കറ്റിൽ സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഈ റേഞ്ചാണ് 24,000. അതിന് ശേഷം ഈ ഒരു റേഞ്ച്, ഈ രണ്ട് മാക്സിമം എൻ്റെ കാൽക്കുലേഷൻ ഈ റേഞ്ച് ഇപ്പോഴത്തെ കണ്ടീഷൻ വരുവാണെങ്കിൽ ഈ 24/7 ഈ റേഞ്ചിൽ, ഈ രണ്ട് റേഞ്ചിൽ വേണമെങ്കിൽ വരാം. പക്ഷെങ്കിൽ അത് നല്ല ഹെവി പോസിറ്റീവ് മാർക്കറ്റ് ന്യൂസ് വേണം. ബഡ്ജറ്റിൽ എന്തെങ്കിലും നല്ല പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ റേഞ്ച് വരുന്നുള്ളൂ. അതല്ല എങ്കിൽ ഇപ്പോഴത്തെ ഒരു 2-3 ദിവസത്തെ ട്രെൻഡ് കഴിയുമ്പോൾ നേരെ കുത്തനെ താഴോട്ട് ഇറങ്ങും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിഫ്റ്റിക്കകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകൾ ഇതൊക്കെയാണ്. ഇതിനകത്തൊക്കെ കുറച്ച് ഷെയറുകൾ നമുക്ക് ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ഈ ഹെവി മൂവ്മെൻറ്റിൻ്റെ ഇതുകൊണ്ട് മുകളിലും താഴെയുമായിട്ട് നല്ല മൂവ്മെൻ്റ് നടക്കും. വാട്ടറിന് നോക്കട്ടെ, ഡേ ചാർട്ട് 5 മിനിറ്റ് ചാർട്ടിനകത്ത് ഇതൊന്നും ഓപ്പണിങ്ങിലൊന്നും ഒരു ചാൻസും തരുന്നില്ല. ലാസ്റ്റിലാണ് വരുന്നത്. ലാസ്റ്റ് ഇവിടെ ചാൻസ് വരുന്നുണ്ട്, പക്ഷേ ഈ ചാൻസ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം ലാസ്റ്റ് 3 മണിയൊക്കെ കഴിഞ്ഞുള്ള ചാൻസ് നമുക്ക് റിസ്ക് കൂടുതലാണ്. ബജാജ് ഹെൽത്ത് കെയറിനകത്ത് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ ഇറങ്ങി, അതിനുശേഷം പുതിയ ഹൈ അടിച്ചു. ഇവിടെ ഇറങ്ങി 609 എടുത്താൽ നമുക്കൊരു 601 8 പ്രോഫിറ്റ് വരുന്നുണ്ട്. പക്ഷേ വീണ്ടും വന്ന് തിരിച്ച് ഹൈ അടിച്ചു. തിരിച്ച് ഹൈ അടിക്കുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ലെവലിൽ പോയിട്ട് ഇറങ്ങുന്നു. അടുത്ത ലെവലിൽ പോയിട്ട് ഇവിടെ ഇറങ്ങി 628 എന്നത് 617 വരെ 11 രൂപ ഇവിടെയും പ്രോഫിറ്റ് വന്നു. ഇവിടെയും
ഒരു 9 രൂപ 8 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് വന്നു. അതിനുശേഷം വീണ്ടും പോയി ഹൈ അടിച്ചു, വീണ്ടും ഹൈ അടിച്ചിട്ട് പിന്നെ അത് മുകളിലത്തെ ലെവലിൽ പോയി ഈ ലെവലിൽ ടച്ച് ചെയ്തു. നമ്മൾ നോക്കിയിരുന്ന് ട്രേഡ് ചെയ്യണം, നല്ല ചാൻസാണ് ഇത്. R12 അടിച്ചതിന് ശേഷം 669 അടിച്ചതിന് ശേഷം 650, ഇവിടെ ഒരു 20 രൂപ പ്രോഫിറ്റ്, ഇവിടെ ഒരു 11 രൂപ പ്രോഫിറ്റ്, ഇവിടെ ഒരു 11 രൂപ പ്രോഫിറ്റ്, ഇവിടെ ഒരു 8 രൂപ പ്രോഫിറ്റ്. 3 പ്രാവശ്യം ഇതിനകത്ത് നല്ല ചാൻസ് വരുന്നുണ്ട്. നെൽകാശ് എന്ന് പറയുന്ന ഷെയറിനകത്ത് നമുക്ക് ഓപ്പണിങ് ചാൻസ് ഇല്ല. ഇത് ഏകദേശം പ്രീവിയസ് ഡേ ഹൈഡ് അടുത്ത് വരെ വന്നിട്ട് ഇറങ്ങി, പക്ഷേ ഇതൊന്നും നമ്മൾ എടുക്കത്തില്ല, കാരണം ടച്ച് ചെയ്തിറങ്ങുന്നില്ല. അതുകൊണ്ട് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞ ഈ ഷെയർ ഇതിനകത്തും ചാൻസ് ഇല്ല. കൂടുതലും ഷെയറുകൾ ഇങ്ങനത്തെ ടൈപ്പ് ആയിരുന്നു. മസ്റ്റോക്കിനകത്ത് ഇത് കണ്ടില്ല, ഓപ്പണിങ്ങിൽ നല്ലൊരു ഹൈ പോയി R1 അടുത്ത് വരെ പോയി. പക്ഷേ ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ ഇത്രയും ഹൈ എന്ന് വന്ന് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് ചാൻസ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ആദ്യം നമ്മൾ 347 എടുത്താൽ 339, 5 രൂപ 6 രൂപ. ഇത് പക്ഷേ നമുക്ക് വേസ്റ്റ് മൂവ്മെൻ്റ് ആണ്, സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ്. പക്ഷേ ഹൈ അടിക്കുന്നില്ല, നമുക്ക് പൈസ കിട്ടത്തുമില്ല. ഇത്രയും വലിയ ഷെയറിനകത്ത് നമ്മൾ 5-6 രൂപയ്ക്കൊന്നും കട്ട് ചെയ്യത്തില്ല, നമുക്ക് കുറഞ്ഞൊരു 10-15 രൂപയെങ്കിലും കിട്ടണം. ക്രെഡിറ്റ് CCക്കകത്താണെങ്കിൽ നമുക്കൊരു ചാൻസ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ R1 മുകളിൽ പോയതിന് ശേഷം കട്ട് ചെയ്തപ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്താൽ നമുക്ക് 1017, നമുക്ക് 1004 വരെ വലിയ നല്ല മൂവ്മെൻറ്റ് തരുന്നില്ല, താഴോട്ട് നമുക്ക് തരുന്നില്ല. പിന്നെ നമുക്ക് തരുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു എൻട്രി 1075, നമുക്ക് 1059 വരും. അവിടെയും നല്ല മൂവ്മെൻറ്റ് കിട്ടുന്നില്ല, വൺ സൈഡ് മുകളിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഈ ഷെയറുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അതല്ലെങ്കിൽ നല്ല ചാൻസുകൾ ഇതിനകത്ത് തരാൻ സാധ്യതയുണ്ടായിരുന്നു. പിന്നെ പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നോക്കിയിരുന്നു നമ്മൾ കറക്റ്റ് ചാൻസ് വരുമ്പോൾ മാത്രം എൻട്രി എടുക്കുന്നവർക്കാണ് നല്ല ചാൻസുകൾ കിട്ടും. ഇപ്പോൾ പ്രൊഡിക്റ്റീവ് ചാനൽ ഞാനിവിടെ ഓൺ ചെയ്ത് കാണിക്കാം. ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇടാം, ഇവിടെയൊക്കെ ഈ റേഞ്ച്. പക്ഷേ ഈ പ്രഡിക്റ്റ് ചാനലിലൊരു കുഴപ്പം, നമുക്ക് സ്റ്റോപ്പ് ലോസ് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ഇത് വെച്ചിടണം, അതൊരു പ്രത്യേക ലെവലൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ ഈ ഒരു ലെവൽ പെട്ടെന്ന് വന്ന് ഈ റേഞ്ച് ഇരിക്കണം, നമുക്കൊരു എൻട്രി എടുത്താൽ 1065 എടുത്താൽ നമുക്ക് 1040 വരെ കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ CPR വെച്ചൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടാണെങ്കിൽ നമുക്കൊരു ചെറിയ മൂവ്മെൻ്റ് ഒക്കെ കിട്ടും. അതല്ലെങ്കിൽ പിന്നെ നോക്കിയത് സപ്പോർട്ട് എടുത്തു. വേറെ പല ഷെയറിനകത്ത് ഇതിനകത്ത് നല്ല ചാൻസ് എടുത്ത് തരുന്നുണ്ട്, പക്ഷെ നമ്മളത് നോക്കി ചെയ്യണം. നമ്മൾ ഈ ചെയ്യുന്ന രീതിയെ പറ്റിയുള്ള വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്, 2 വീഡിയോ കിടപ്പുണ്ട്. ഒന്ന് CPR മെയിനായിട്ട് വെച്ചിട്ടുള്ള, അത് കഴിഞ്ഞിട്ട് CPRും പ്രൊഡിക്റ്റീവ് ചാനലും വെച്ചിട്ട്, രണ്ടും കൂടെ ചേർത്ത് ചെയ്യുമ്പോൾ നല്ല അക്യുറസിയിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളത്തേന് ഇന്ന് കുറേ ഷെയറുകൾ നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറുകൾ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ റിസൾട്ട് മൂവ്മെൻറ്റ് വന്ന ഷെയറുകളുണ്ട്, നല്ല റിസൾട്ടുകൾ വന്ന ഷെയർ. ഒന്ന് റാഡിക്ക വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ടാണ്. പിന്നെ ഇതിനകത്ത് ഈ കാർട്രേഡ് എന്ന് പറയുന്നതും നല്ല റിസൾട്ടാണ്. KPT ടെക് റിസൾട്ട് സാധാരണ റിസൾട്ടാണ്, പക്ഷേ അവരുടെ ഫ്യൂച്ചർ ഗൈഡൻസ് കൂട്ടിയെന്നും പറഞ്ഞ് അത് കയറിപ്പോയി. പക്ഷേങ്കിൽ ഇതിനകത്തൊക്കെ നാളെ നമുക്ക് ഒരു ലെവൽ വന്ന് കട്ട് ചെയ്യണം, നമുക്കൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്, നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാവരും നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞ് ഹൈ അടിക്കുമ്പോഴൊക്കെ പോയി വാങ്ങും, അവിടുന്ന് സെല്ലിങ് വരും ഈ ഷെയറിനകത്ത്. പ്രത്യേകിച്ച് ഞാൻ ഈ മാർക്ക് ചെയ്ത ഷെയറിനകത്തൊക്കെ ഹൈ അടിച്ചിട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്, ആൾക്കാരെ പിടിപ്പിക്കും ഈ ഷെയറുകളൊക്കെ. റാഡിക്കോ എന്ന് പറഞ്ഞ ഷെയർ ഹൈ 2212 R1 വന്നിട്ട് 2200. ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ മാത്രം എൻട്രി ചെയ്യും, അതല്ല പ്രൊഡിക്റ്റീവ് ചാനൽ ചാൻസ് ഉണ്ടെങ്കിൽ എടുത്തിട്ട് ആ സമയത്ത് നിങ്ങൾക്കൊരു വലിയ റിസ്ക് ഇല്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് എടുക്കുക. സ്നൈഡർ എന്ന് പറയുന്ന ഈ ഷെയറിനകത്ത് ഈ ആവറേജ് ശ്രദ്ധിക്കുക. ഈ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ബ്രിഗേഡും ആവറേജ് 1102. അപ്പോൾ ഈ റേഞ്ചോ അതല്ല എങ്കിൽ ഇത് നോക്കിയേ, BC ഇത് TC ആണ്, പക്ഷേ BCയിലാണ്. ചില സമയത്ത് TCയുടെ പ്രൈസ് BCയുടെ അവിടെ വരും, അത് ഷെയറിൻ്റെ മൂവ്മെൻറ്റിനെ അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ 1110 മുകളിലൊക്കെ പോയിട്ട് അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല എന്ന് കണ്ടാൽ തിരിച്ചിറങ്ങിപ്പോരും ഈ ഷെയർ. KPT ടെക്
കെപിറ്റിടെക് ഞാൻ പറഞ്ഞ പോലെ റിസൾട്ട് വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ടാണ്. പക്ഷേ ഫ്യൂച്ചർ ഗൈഡൻസ് അവർ നല്ല രീതിയിൽ അവരുടെ മാർജിൻ കൂടുമെന്നൊക്കെ പറഞ്ഞ് നല്ല ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു മൂവ്മെൻറ്റ് ഈ ഷെയർ കാണിച്ചിട്ടുണ്ട്. പക്ഷെ നാളെ ഇത് ഈ ലെവൽ വന്ന് അടിച്ചിറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. PPL ഫാർമ ഈ R1 വന്നിറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ക്രെഡിറ്റ് ACC കണ്ടിന്യൂസ് ഇപ്പം ഈ വലിയ വലിയ ഫണ്ടുകളൊക്കെ എന്തോ ചെയ്യും, ഇതിൻ്റെ ഈ ചില ഷെയറുകളുടെ ഗൈഡൻസ് കട്ട് ചെയ്യുമ്പം അത് ന്യൂസായിട്ട് വരുമ്പം ഷെയറുകൾ അടിച്ചിറങ്ങിപ്പോരും. അപ്പോൾ ഈ ക്രെഡിറ്റ് ACC കഴിഞ്ഞ ദിവസം അങ്ങനെ ഗൈഡൻസ് കട്ട് ചെയ്തപ്പം നേരെ അടിച്ച് 52 വീക്കിലോ 754 ആ റേഞ്ചിലോട്ട് വന്നു. അന്ന് തന്നെ അത് കയറി 1019. ഞാൻ 770 നിൽക്കുന്ന സമയത്ത് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെയ്ഡ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നല്ല ഏരിയ ആണ്. പക്ഷേ എങ്കിൽ കുറച്ച് പേരെടുത്ത് കുറച്ച് നല്ല രീതിയിൽ, പക്ഷേ ഇത്രയും മൂവ്മെൻറ്റ് പെട്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല നമ്മളൊരു ചെറിയ പ്രോഫിറ്റിൽ വെളി വന്നു. പക്ഷേ എങ്കിൽ അതിനുശേഷം അത് ഹെവി മൂവ്മെൻറ്റ് നടത്തി. അപ്പോൾ 3 ദിവസമായിട്ട് നല്ല മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക ഷെയറിനകത്ത്. അപ്പം നാളെ ചിലപ്പോൾ ഈ R1 റേഞ്ചിൽ നിന്ന് ചിലപ്പോൾ നല്ലൊരു ചാൻസ് താഴോട്ട് തന്നേക്കാം ഈ ഷെയർ. അതുപോലെ കാർ ട്രേഡ് എന്ന് പറയുന്ന ഷെയറും നല്ല റിസൾട്ടാണ്. അപ്പോൾ പ്രീവിയസ് ഡേ ഹൈയോ അതല്ല R1 റേഞ്ചിൽ നിന്നോ ചാൻസ് കിട്ടുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. PGEL എന്ന് പറയുന്ന ഷെയർ R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അതല്ല 750 പോയിട്ട് 738 കട്ടിയാണെങ്കിൽ ചാൻസ് എടുക്കാം. പക്ഷെ അതിനേരം വെയിറ്റ് ചെയ്യരുത്. സ്കിപ്പർ R1 R2 റേഞ്ച് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുക. അതിനകത്ത് ദീപക് ഫെർട്ടിലൈസറും നല്ല റിസൾട്ടാണ്. അപ്പോൾ നാളെയും ചിലപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഷെയറും റിസൾട്ട് ഞാൻ ഈ വീഡിയോ കാണുന്നൊരു ഈ മാർക്ക് ചെയ്തേക്കുന്ന ഈ മഞ്ഞ കളറിലെല്ലാം റിസൾട്ട് നല്ല റിസൾട്ടാണ്. അപ്പോൾ അത് ഒത്തിരി നമ്മളതിനകത്ത് എന്താ പറയുന്നത്, നമ്മൾ ട്രേഡൊന്നും ഹെവി ആയിട്ട് എടുക്കരുത് എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ട് എടുക്കുക. ലൈറ്റായിട്ട് എടുത്തപ്പോൾ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും, ക്വാണ്ടിറ്റി കുറച്ച്. അപ്പോൾ ഒന്നിൽ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിലോ അതല്ല R1 അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിലോ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതല്ല ഈ ഷെയർ ഓപ്പണിംഗ് ഡൗൺ ആണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ ഇതിന് താഴെ വന്നിട്ട് ഈ 1771 താഴെ വന്നിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ ചിലപ്പോൾ കയറി വരും. ഈ തിരിച്ച് കയറി വന്ന് ഈ ഹൈ അടിക്കും. ഈ ലെവൽ വന്ന് കിട്ടുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു. പക്ഷേ ഈ ലെവൽ വരുമോ എന്ന് എനിക്കറിയില്ല. ഈ ലെവൽ വന്നിട്ട് കയറുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ബൈ ചാൻസ് എടുക്കാം. ഇൻഡോഫാം എന്നുള്ള ഷെയറിനകത്ത് ഹൈയോ R1 വോളിയം ഉണ്ട്, നല്ലതായിട്ട് കാണുന്നുണ്ട്. 22 ലക്ഷത്തിനുണ്ട്. അപ്പോൾ നാളെയും ചിലപ്പോൾ ഈ ലെവൽ വരും. R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ഐനോക്സ് വിൻ്റെ ഈ 3 ഷെയറും അപ്പർ സർക്യൂട്ടാണ്. ഇതിൻ്റെ 3ൻ്റെ റിസൾട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. റിസൾട്ട് വന്നിട്ടാണോ ഇത് അപ്പർ സർക്യൂട്ട് അടിച്ചതെന്ന് ശ്രദ്ധിച്ചില്ല. അത് നിങ്ങൾ നോക്കുക. എന്തായാലും ഇതിൻ്റെ R1 ഒക്കെ നല്ല ഗ്യാപ്പിലാണ്. അപ്പം ഒരു 5% മുകളിലൊക്കെ R1 നോക്കി, ഇവിടെ 5% അടുത്തൊക്കെ മുകളിലാണ് R1. അപ്പോൾ ഈ റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് കിട്ടുവാണെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളത്തെ ഷെയർസ് അത് നോക്കി ചെയ്യുക. ഈ റിസൾട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിൽ വെക്കുക. ഈ ഷെയർ മാത്രം ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിലോ അത് തന്നെയല്ല, വേറൊരു ഷെയർ ഉണ്ടായിരുന്നു. ഏതായിരുന്നു? വേറെ ഏതോ ഒരു ഷെയർ ഉണ്ടായിരുന്നു. ഈ ബ്രിഗേഡ് എന്ന് പറയുന്ന ഷെയർ. ഈ ബ്രിഗേഡ് അതിൻ്റെ ഈ ലെവൽ ശ്രദ്ധിക്കുക. ഈ ലെവലിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ചാൻസ് എടുക്കാം എന്ന് തോന്നുന്നു. അവിടെ നോക്കിയേ ചെയ്യാവൂ. ഇപ്പോൾ ഒരു 1120 അല്ലെ 15 വന്നിട്ട് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം എടുക്കാം. പക്ഷേ ആ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറണം. ഓക്കെ. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയി കിട്ടുമെന്ന് ആശംസിക്കുന്നു. ബൈ.